ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെയർ സിറാണ്. അപ്പോൾ ഇത് റോസ്മേരി ലീഫാണ്. 50 രൂപയുള്ള ഒരു ബോട്ടിൽ ഞാൻ പുറത്ത് വൈദ്യര കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എല്ലായിടത്തും കിട്ടും. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്: റോസ്മേരി, ഉലുവ, പിന്നെ ഇത് ഉണക്കി വെച്ച ബ്രിങ്ക, ഇതൊക്കെയാണ് കേട്ടോ. ഇതും വൈദ്യര കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് ഒരു ആംബിയൻസ് പിടിക്കാം. കണ്ടോ, ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ കല്ല് വെട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ കല്ലൊക്കെ ഞങ്ങളെ പറമ്പിലേക്കാണ് വെട്ടുന്ന കല്ലൊക്കെ. പാതി മുക്കാൽ ഭാഗം വീഴുന്നത്. ലൈറ്റൊക്കെ ഇട്ടു, ഭയങ്കര ഷോക്കാണ്, വെളിച്ചമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ട്, നിങ്ങളെന്താ ഈ അടുക്കളയിൽ ചെയ്യുന്ന രീതിയിൽ. ഈ റോസ്മേരിയൊക്കെ ഇട്ട് തിളപ്പിക്കുമ്പോൾ പാത്രത്തിനൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ അധികം കിച്ചണിൽ യൂസ് ചെയ്യാത്ത പാത്രമാണ് എടുത്തത്. എന്നിട്ട് അത് വെച്ച്, എന്നിട്ട് ഒരു കപ്പ് വെള്ളം ആദ്യം അളന്നിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു. നെക്സ്റ്റ് രണ്ടാമത്തെ കപ്പ് വെള്ളമാണത്. 2 കപ്പ് വെള്ളം എടുത്തിട്ട് അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് ബോയിലായി, അത് വെള്ളം തിളച്ച് വരുന്ന ആ സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ ഇട്ടത് നമ്മുടെ ബ്രിങ്കയും കഞ്ഞുണ്ണി ഉണക്കി വെച്ച് അങ്ങാടി മരുന്ന് ഷോപ്പിൽ കിട്ടും. അത് ഉണക്കി വെച്ച് അതെടുത്തിട്ട് ആദ്യം വെള്ളത്തിലിടും. അങ്ങനെ ഇന്ന ഫോമാറ്റും ആദ്യം ഇതിടണം ആദ്യം അതിടണമെന്നില്ല. എനിക്ക് ആദ്യം അതിടാൻ തോന്നി, അതാണ് ഞാൻ ആദ്യം അതിട്ടു. ആദ്യം ഞാൻ ഉണക്കി വെച്ച സാധനങ്ങളിട്ട് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇങ്ങനെ ഭയങ്കര ക്ഷമയോടെയാണ് തട്ടുന്നത്. റോസ്മേരിയാണ് നെക്സ്റ്റ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് റോസ്മേരിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുത്ത് കുറച്ച് സിമ്മെന്ന് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ആ ഉലുവ ഉണ്ടോ ഇങ്ങനെ പൊന്തി വരുന്ന ചൂട് പിടിക്കുന്നതാണ് ഉലുവയ്ക്ക്. അപ്പോൾ ഇതിങ്ങനെ പൊന്തി ഇതിൻ്റെ കളറൊക്കെ മാറും. വെയിറ്റ് ചെയ്യാം. എനിക്കാണെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല പറഞ്ഞ പോലെ. ഞാൻ ഇളക്കുന്നതിനനുസരിച്ച് ഇത് പാത്രം ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുന്ന പോലെ ആടുന്നിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഗ്യാസിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് നിൽക്കുന്നില്ല പാത്രം മര്യാദയ്ക്ക്. എന്തെന്ന് അറിയില്ല. കണ്ടോ, തളയൊക്കെ വന്നു തുടങ്ങി, ആവി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ആവി ഇങ്ങനെ വരുന്ന കാണാൻ. ഇപ്പം ഇതാണ് ഇങ്ങനെയായി കേട്ടോ. ഇതൊരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആവും. കണ്ടോ, വെള്ളം ഒരു ലൈറ്റ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് പോലെയായി. ഉലുവേൻ്റെ സത്തും റോസ്മേരിയുടെ സത്തും പിന്നെ നമ്മുടെ ബ്രിങ്കയുടെയും കഞ്ഞുണ്ണിയുടെയും സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ല തിള വരണം കേട്ടോ, വെട്ടി തിളയ്ക്കണം എന്നാണ് പറയാം. പിന്നെയും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തിളയ്ക്കട്ടെ എന്നുള്ളൊരു സെറ്റിൽ തന്നെ വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് കളർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനൊരു കുറച്ച് നേരം അതിങ്ങനെ സെറ്റാവാൻ, അതായത് ആ ചൂടോടെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചുകൂടല്ലോ, അപ്പോൾ കുറച്ച് നേരം അത് തണയാൻ വേണ്ടി വെച്ചിട്ട് തണഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത്, അതിലേക്ക് ഒഴിച്ച് വെച്ച് കുറച്ച് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോയി ഗൈസ്. അത് ഈ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴേ ശ്രദ്ധ അങ്ങോട്ട് എത്തിയില്ല. അപ്പോൾ ഞാനതൊക്കെ തുടച്ച് കുറേ അതിൽ ഒഴിച്ച് വെച്ച് ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സിറം. കണ്ടോ, ഈ ഒരു കളറാണ്. ഇത് തേച്ചാൽ മുടിയൊന്നും കൊഴിയില്ല ഉറപ്പായിട്ടും. കാരണം ഇതിൽ ഹാംഫുള്ളായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ആകെ ഉലുവ പിന്നെ ബ്രിങ്ക, കഞ്ഞുണ്ണിയുടെ ഉണക്കി പൊടിച്ചത്, റോസ്മേരി. ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ, 2 ആഴ്ചയോളം സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഇത് ഡെർമാക്കോൻ്റെ ഒരു ബോട്ടിലായിരുന്നു സിറത്തിൻ്റെ, ഞാൻ അതിൽ ഫില്ല് ചെയ്ത് വെച്ചു. ഇതിൽ പമ്പാണുള്ളത്, അതായത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പമ്പാണ്. അപ്പോൾ ബാലൻസ് ഇല്ല, ഞാൻ അതിലും വെച്ചു. സിറം സെറ്റായി. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മുടി നന്നായിട്ട് വകച്ചിലെടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ നെറുകിൽ ഇവിടെ നിന്നാണ് തുടങ്ങുക. മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് തീർത്തിട്ട് സിറം എടുക്കുക. എന്നിട്ട് അതിൽ കുഞ്ഞി ഡ്രോപ്പായിട്ട് പ്രസ് ചെയ്തിട്ട് വകച്ചിലെടുത്ത ആ ഭാഗത്ത് എത്രയാണോ വേണ്ടത് കുട്ടി ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒലിച്ച് നെറ്റിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ഞാൻ ക്യാച്ച് ചെയ്തു. എന്നിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്യുക. നന്നായിട്ട് മസാജിങ് ഇതിലൊരു വലിയൊരു ഘടകം. കുറേ സിറം അതും ഇതൊന്നും തേച്ചിട്ട് കാര്യമില്ല. അത് നന്നായിട്ട് നമ്മളെ സ്കാൽപ്പിലേക്ക് പോകുന്നുണ്ട്, ഹെയറിലേക്ക് ഇറങ്ങുന്നുണ്ട്, റൂട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നഖം കൊണ്ട് മസാജ് ചെയ്ത് കൈയിൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ടാണ് മസാജ് ചെയ്യേണ്ടത്. ഞാനിതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നൈസായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
തലയോട്ടിയിലും എല്ലായിടത്തും നല്ലോണം മസാജ് ചെയ്യണം. മസാജ് ചെയ്താൽ എത്രയാണോ ആവശ്യത്തിന് മസാജ് ചെയ്യുക. ഇപ്പോൾ മഴക്കാലം കൂടിയല്ലേ, ഓവറായിട്ട് തലയിൽ വെള്ളം കണ്ടൻറ്റ് വയ്ക്കുമ്പോൾ ഡാൻഡ്രഫ് വരും. അപ്പം എത്രയാണോ വേണ്ടത് അത്ര വെച്ചിട്ട് മസാജ് ചെയ്യുക. മസാജിങ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ മസാജ് ചെയ്തു. ഈ ഒരു സിറം ഡെയിലി ട്വൈസ് യൂസ് ചെയ്യുക, 2 വട്ടം. രാവിലെ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കാം. വീക്ക്ലി ത്രൈസ് എന്ന രീതിയിൽ ഒരു ദിവസം 2 വട്ടമൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കിടക്കാൻ നേരത്താണെങ്കിൽ സൈനറ്റൈസിൻ്റെ പ്രശ്നമോ ജലദോഷമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാത്രി അപ്ലൈ ചെയ്തിട്ടും കിടക്കാം. ഞാനിതെന്നും രാത്രിയാണ് ബിഫോർ ബെഡ്, അതായത് ഉറങ്ങുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഉറങ്ങാറ്. കിടക്കുന്നതിന് തൊട്ട് മുന്നേ തേക്കാറില്ല, അപ്പോൾ ബെഡിലൊക്കെ ആവില്ല. അപ്പോൾ അബ്സോർബ് ചെയ്യാൻ കുറച്ച് സമയം കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബെഡിലേക്ക് പോവുക, അതാണ് ബെസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ലോണം മസാജ് ചെയ്തിട്ട് മുടി കെട്ടി വെക്കേണ്ട, അഴിച്ചിട്ടാൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.